എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ വാക്ക് തന്നിരുന്നു വിഷുവിൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന്. പക്ഷേ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തു, അത് അപ്ലോഡ് ആവാൻ ലേറ്റായി പോയി. ഐ എം റിയലി സോറി. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ ഫേസിനെ ഒന്ന് ടോൺ ചെയ്തെടുക്കാനായിട്ട് ബീട്രൂട്ട് റോളർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് റോളറായിട്ട് യൂസ് ചെയ്യാം. അത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫേസിനെ നമ്മൾ റെഡിയാക്കി ഒന്ന് എടുക്കുവാണ്. നല്ല ടെക്സ്ചർ ആവും, നല്ല സ്മൂത്ത് ആവും. എന്നിട്ട് എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ നിങ്ങൾക്ക് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ക്ലോത്ത് യൂസ് ചെയ്ത് വൈപ്പ് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന UK സൂപ്പർ ഡ്രഗ് സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിച്ച കളക്ഷൻ്റെ ഐബ്രോ കിറ്റാണ്. ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് അതിലുള്ളത്. ഡാർക്ക് ഗ്രേ, ബ്രൗൺ ആൻഡ് ഡാർക്ക് ബ്രൗൺ. അതിൽ ഞാൻ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഐബ്രോസിന് കുറച്ചുകൂടെ നല്ല ലുക്ക് കൊടുക്കുന്ന ഡാർക്ക് ബ്രൗൺ ആണ്. ഞാൻ ഒരിക്കലും ബ്ലാക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. എപ്പോഴും കുറച്ച് എൻ്റെ ഒരു കളർ ടോൺ ഉള്ളവരൊക്കെ ഒരു ഡാർക്ക് ബ്രൗൺ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതേപോലെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഐബ്രോസ് ഒരുപാട് തിക്കാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് നമ്മുടെ ഫേസിനെ മോയ്സ്ചറൈസ് ചെയ്തൊന്ന് പാമ്പർ ചെയ്തെടുക്കുക. കാരണം മോയ്സ്ചറൈസറാണ് നമ്മുടെ മേക്കപ്പ് നമ്മുടെ ഫേസിലോട്ട് ഒരുപാട് അബ്സോർബ് ചെയ്യാതിരിക്കാൻ, നമ്മളെ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മീഡിയ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫേസും മേക്കപ്പ് പ്രോഡക്ട്സിനും ഇടയ്ക്ക് ഒരു ബാരിയർ ആയിട്ട് ഇത് നിൽക്കും. വേണമെങ്കിൽ പ്രൈമർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ പ്രൈമർ അപ്ലൈ ചെയ്യുന്നില്ല. ഇനിയും ഒരു ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. മെയ്ബലിൻ ഫിറ്റ് മീ ഷെയ്ഡ് 122. എൻ്റെ ഫേസ് ടോണുമായിട്ട് മാച്ച് ആവുന്ന ഷെയ്ഡാണ്. ഞാൻ ചെറിയ ചെറിയ സ്പോട്ടുകളായിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസിലും നമ്മുടെ ഐസിൻ്റെ താഴെയും അതേപോലെ എല്ലാ ഏരിയാസിലും ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമ്മുടെ ഫേസിൽ വരത്തുള്ളൂ. പിന്നീട് അത് തന്നെ ഓക്സിഡൈസ് ആയി നമ്മുടെ ഫേസ് ടോണുമായിട്ട് മാച്ച് ആയിക്കോളും. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കൺസീലറാണ്. ലിക്വിഡ് കൺസീലറായിട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എൽഫിൻ്റെ കൺസീലറാണ്. ഞാൻ എൻ്റെ ഒരു മുഖത്തിൻ്റെ ഷെയ്ഡിനേക്കാൾ +1 ഷെയ്ഡ് ഹയർ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ സ്പോട്ട്, എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്തും അല്ലാതെ ബ്ലെമിഷസ് ഒക്കെ ഉള്ളിടത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് വർക്ക് ചെയ്യാതായപ്പോൾ ഞാൻ കൈ കൊണ്ട് നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. അത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എക്സ്ട്രാ വരുന്ന ഫൗണ്ടേഷനും കൺസീലറും വേണമെങ്കിൽ നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്ത ശേഷം വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. ഇനിയാണ് നമ്മുടെ ഐ ഷാഡോ ലുക്ക്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റ് ആണ്. അപ്പോൾ എൻ്റെ ഔട്ടർ ഐലിഡിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ 2 ഷെയ്ഡാണ് സെലക്ട് ചെയ്യുന്നത്. ലൈറ്റ് ഷെയ്ഡ് തന്നെ 2 കളേഴ്സാണ്. ഒരു ബീച്ച് ആൻഡ് ഒരു പീച്ച് ആണെന്ന് പറയാം. അങ്ങനെ 2 ഷെയ്ഡൂടെ മിക്സ് ചെയ്താണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഔട്ടർ ഐലിഡിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ ഷാഡോ എപ്പോഴും ഔട്ടർ ഐലിഡിൽ നിന്ന് ഇന്നർ ലിഡിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ആ ഒരു ഐലിഡ് ജോയിൻ ചെയ്യുന്ന ആ ഏരിയയിലും നമ്മൾ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഞാനൊരു കോൺട്രാസ്റ്റ് കളറാണ് സെലക്ട് ചെയ്തത്. ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡാണ് സെലക്ട് ചെയ്തത്. കാരണം എൻ്റെ ബ്ലൗസിൻ്റെ കളർ ഒരു പേർപ്പിൾ ഷെയ്ഡായിരുന്നു. അതുമായിട്ട് മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഐ ഷാഡോ ഷെയ്ഡ് സെലക്ട് ചെയ്തത്. അതും എൻ്റെ ബീച്ച് പീച്ച് കളറുമായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യുവാണ് നന്നായിട്ട്. അപ്പോൾ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ കളർ ടോണാണ് എനിക്ക് ഐ ഷാഡോ ആയിട്ട് കിട്ടുന്നത്. ലെഫ്റ്റ് ഐയിലും ഞാൻ സെയിം മെത്തേഡാണ് ട്രൈ ചെയ്യുന്നത്. ഇനി ഞാനൊരു ലിക്വിഡ് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. മെബലിൻ ന്യൂയോർക്കിൻ്റെ ലാസ്റ്റിംഗ് ഡ്രാമ എന്ന് പറയുന്ന ലിക്വിഡ് ഐലൈനർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. കാരണം അതിൻ്റെ മുകളിൽ ഒരു ബ്ലൂ ടിഞ്ചും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ണെഴുതാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കാജൽ പെന്നാണ്. നമ്മുടെ ലാക്മേ ഇന്ത്യയുടെ ഡീപ് ബ്ലാക്ക്
കോയിൽ കാജൽ പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, നല്ല സ്മൂത്തായിട്ട് ലൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാജൽ പെന്നാണിത്. ഞാൻ ഡാർക്ക് ആയിട്ടാണ് എൻ്റെ ഐ ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് ലവിങ് മസ്കാര ഫ്രം മെബിലിൻ ന്യൂയോർക്ക് ഫോൾസീസ്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ തിക്കായിട്ടുള്ള ഐ ലാഷസ് നമുക്ക് തരും. അതിൻ്റെ ആ ഒരു ബ്രഷ് കുറച്ച് ബെൻഡഡ് ആയതുകൊണ്ട് നമുക്ക് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് അത് യൂസ് ചെയ്യാനും പറ്റും. പിന്നീട് ഞാനൊരു റോസി ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഞാൻ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് റെവല്യൂഷൻ്റെ ഒരു ലിപ് ഡിഫൈനറാണ്, ഫിൽറ്റർ ഫിനിഷ് ഡിഫൈനറാണ്. പിന്നീട് ഇതിൻ്റെ പുറത്ത് ഞാനൊരു ലിപ്സ്റ്റിക്കോ ഒരു ലിപ് ഷെയ്ഡോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അത്രയ്ക്ക് ഫിനിഷാണ് എൻ്റെ ലിപ്സിന് തന്നത്. അതും മാത്രമല്ല നന്നായിട്ട് ഇത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു മേക്കപ്പ് ഹോൾഡിംഗ് സ്പ്രേയുടെ അപ്ലൈ ചെയ്യാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഞാൻ പോയിട്ട് എൻ്റെ ഡ്രസ്സും എൻ്റെ ആക്സസറീസ് ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വരാൻ പോവാണ്. എല്ലാവർക്കും എൻ്റെ വിഷു ലുക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ദയവായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലവ് യു ഓൾ.